അപ്പോൾ ചേട്ടാ, നമ്മൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഒരു ജനറേഷനിലുള്ളവർ ഒരു വീടെന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന മിനിമം കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പോൾ ഞാൻ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. പിന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റി എങ്ങനെയാണെന്നുള്ളത്, അമ്യൂണിറ്റീസിന് അപ്പുറത്തേക്ക് എനിക്ക് എൻവയൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നോക്കുന്ന ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞൊരു കോൺസെപ്റ്റ് വെച്ച് ഇതിനപ്പുറത്തേക്കുള്ള ഒരുപാട് എന്താ പറയുക, പുതിയതായിട്ടുള്ള കോൺസെപ്റ്റുകൾ ആഡ് ചെയ്ത് ഒരു വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണെന്നാണ് ഈ കോൺസെപ്റ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ്, അതിനകത്തുള്ള കാര്യങ്ങൾ ഓരോന്നും എന്തൊക്കെയാണ്, എന്തൊക്കെ സൗകര്യങ്ങളാണ്, എന്തൊക്കെ ആശയങ്ങളാണ് പുതിയതായിട്ട് ജിസേട്ടൻ അതിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഹോൾ പ്രൊജക്റ്റിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഹാപ്പിനെസ്സും ഒരു ക്വാളിറ്റി ലൈഫ് സ്റ്റൈലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഒരു വിഷൻ അനുസരിച്ച് നമ്മൾ രാവിലെ എണീറ്റ് പല്ല് തേച്ച് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഈ ഒരു 1 ഏക്കർ വാട്ടർ ബോഡിയുടെ ചുറ്റുമുള്ള ഒരു ജോഗിങ് ട്രാക്കിൽ കൂടെ നടന്ന് മറ്റുള്ളവരായിട്ടൊക്കെ സംസാരിച്ച് അവിടെ ഇട്ടിരിക്കുന്ന ബെഞ്ചുകളും പാറക്കട്ടുകളിലൊക്കെ ഇരുന്ന് വായിക്കണമെങ്കിൽ റീഡ് ചെയ്യണമെങ്കിൽ റീഡ് ചെയ്ത് അവിടെ അപ്പുറത്തുള്ള കുളത്തിൽ ചെന്ന് കുളത്തിൻ്റെ പടികളിലൊക്കെ ഇരുന്ന് ഒരു ചൂണ്ടിടണമെങ്കിൽ ചൂണ്ടയൊക്കെ ഇട്ട് അങ്ങനെ ഒരു അവിടെ ഇൻഫിനിറ്റി പൂൾ ഉണ്ടായിരിക്കും. ആ ഇൻഫിനിറ്റി പൂളിൽ സ്വിമ്മിങ് ഒക്കെ ചെയ്ത് അവരൊരു എക്സ്റ്റേണൽ ജിം ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. അവിടെ അപ്പുറത്തൊരു ഷട്ടിൽ കോർട്ട് ഉണ്ടായിരിക്കും. അവിടെ ഒരു ആംഫി തിയേറ്റർ, ഒരു ക്യാമ്പ് ഫയർ, ഗ്രിൽ ഏരിയ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ക്ലൈമറ്റ് നമ്മുടെ ഈ പറയുന്ന ഒരു മെൻ്റൽ ഹാപ്പിനെസ്, പോസിറ്റീവ് എനർജീനെ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഈ ഹോൾ കോൺസെപ്റ്റിന് പിന്നിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയും ഹിൽ വ്യൂസും ഒക്കെ വേണമെന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പുറത്താണ്. അപ്പോൾ നമ്മുടെ ഒരു ഡേ തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ വർക്ക് ഫ്രം ഹോമും ഹൈബ്രിഡ് കൾച്ചറൊക്കെ വന്നപ്പോൾ, വർക്ക് കൾച്ചറൊക്കെ വന്നപ്പോൾ നമ്മൾ കൂടുതൽ ടൈം നമ്മുടെ വീട്ടിലും നെയ്ബർഹുഡിലും സ്പെൻഡ് ചെയ്യുന്നവരാണ്. ആ സമയത്തിന് നമ്മളൊരു പോസിറ്റീവ് എനർജിയിലോട്ട് മാറ്റുക. ഇപ്പോൾ അങ്ങനെ ഒരു 9 to 6 ജോബ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞു വരാണ്. ഉണ്ട്, ഗവൺമെൻറ് ജോബുകളുണ്ട്, പക്ഷേ അത് കഴിഞ്ഞാലും വന്ന് സ്പെൻഡ് ചെയ്യേണ്ടത് ഈ നെയ്ബർഹുഡിലാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു മെൻ്റൽ ഹാപ്പിനെസ് കിട്ടാനുള്ള എന്തൊക്കെ വേണോ ആ ഒരു ക്വാളിറ്റി ഓഫ് സർവീസസിനും ആ ഒരു കൺവീനിയൻസ് ഫാക്ടറിനുമാണ് നമ്മളിതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന സ്റ്റേക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ഇത് ഇറ്റ്സ് നോട്ട് ആൻ ആഫ്റ്റർ തോട്ട്. നമ്മളിപ്പോൾ വെക്കേഷന് പോകുമ്പോൾ അനുഭവിക്കേണ്ട 2 ആഴ്ച 3 ആഴ്ച അനുഭവിക്കേണ്ട ഒരു സാധനമല്ല ഈ ഒരു മെൻ്റൽ ഹാപ്പിനെസ്സും ഈ ഒരു പീസ് ഓഫ് മൈൻഡും. അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എവറി ഡേ കൾച്ചറായിട്ട് മാറണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ പറുദീസ ലിവിങ്. അതൊരു കൾച്ചറും ലൈഫ് സ്റ്റൈലായിട്ട് മാറുന്നു. ആ ഹാപ്പി ലിവിങ് അവിടെ പോസിബിൾ ആക്കും. കറക്റ്റ്. നൈസ്.